ഞാൻ പോയേനെ. അതായത് ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ. അതായത് പോയേനെ, വന്നേനെ, ചെയ്തേനെ, ഈ നേ നേ എന്ന് വരുന്ന സെന്റൻസുകൾ നമുക്ക് എപ്പോഴും ഡെയിലി ലൈഫിൽ ആവശ്യം വരാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ പോയേനെ, വന്നേനെ, ചെയ്തേനെ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഞാൻ പോയേനെ, ഐ വുഡ് ഹാവ് ഗോൺ എന്നാണ് നമ്മൾ ഇതിന് പറയാറ്. ഞാൻ വുഡ് ഹാവ് ഉപയോഗിക്കുന്നു. അതിന്റെ കൂടെ ഗോ എന്ന് പോകുക എന്നത് ഗോയാണ്. അതിന്റെ വേർബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ള ഗോൺ ആണ് നമ്മൾ ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഐ വുഡ് ഹാവ് ഗോൺ എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവൾ വന്നേനെ എന്ന് നമുക്ക് എങ്ങനെ പറയാം? അവൾ വന്നേനെ. അവൾ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഷീ എന്ന് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ഷീ വുഡ് ഹാവ് കം. തേർഡ് ഫോം ഉപയോഗിച്ചു കമ്മിന്റെ. വരുക എന്നുള്ളതിന് കം എന്നാണ് പറയുന്നത്. അതിന്റെ തേർഡ് ഫോമും കം എന്ന് തന്നെയാണ്. അപ്പൊ ഷീ വുഡ് ഹാവ് കം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിന്നേനെ, അല്ലെങ്കിൽ ഞാൻ കഴിച്ചേനെ, അല്ലെങ്കിൽ അതുപോലെ ഞാൻ ചെയ്തേനെ, ഇതൊക്കെ എങ്ങനെയാ പറയാന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഇനി അടുത്തൊരു സെന്റൻസ് ആണ് നാളെ എന്നെ ഓർമ്മിപ്പിക്കൂ. അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയാണ്, നീ തന്നെ നാളെ ഓർമ്മിപ്പിക്കൂ, ഞാൻ ചെയ്യാം എന്ന് പറയില്ലേ. അതിന് നമ്മൾ പറയുന്നത് റിമൈൻഡ് മീ ടുമോറോ. റിമൈൻഡ് ചെയ്യുക അല്ലെ. റിമൈൻഡ് മീ ടുമോറോ. നീ എന്താണ് തിരയുന്നത് അല്ലെ. നീ എന്താണ് സെർച്ച് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. നീ എന്താണ് തിരയുന്നത്? ഇതെങ്ങനെ പറയാം? വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ അല്ലെ. ഈ ലുക്കിംഗ് ഫോർ എന്ന് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ തിരയുക. വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ? നീ എന്താണ് തിരയുന്നത്? നീ എന്താണ് പറഞ്ഞത് അല്ലെ. നീ എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ല, നീ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കില്ലേ. ഇതെങ്ങനെയാണ് പറയാ? വാട്ട് ഡിഡ് യു സേ? എന്താണ് പറയുന്നത്? വാട്ട് ഡിഡ് യു സേ എന്ന് പറയാം. വാട്ട് ഡിഡ് യു സേ? നീ എന്താണ് പറഞ്ഞത്? വാട്ട് ഡിഡ് യു സേ ഓൾറെഡി പറഞ്ഞില്ലേ. അതാണ് വാട്ട് ഡിഡ് യു സേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല അല്ലെ. ഞാൻ പറയുന്ന ഒന്നും നീ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയില്ലേ. യു ഡോണ്ട് ലിസൺ ടു മീ. നീ എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് യു ഡോണ്ട് ലിസൺ ടു മീ. നീ എന്നെ കേൾക്കുന്നില്ല. അടുത്തതാണ് നമുക്ക് അവിടെ പോകണം. നമ്മള് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ പറയില്ലേ, നമുക്ക് അവിടെ പോകണം. വി ഷുഡ് ഗോ ദേർ. എന്താണ് പറയുന്നത്? വി ഷുഡ് ഗോ ദേർ. നമുക്ക് അവിടെ പോകണം. വി ഷുഡ് എന്നാണ് നമ്മൾ ഇവിടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുക. വി ഷുഡ് ഗോ ദേർ. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ അങ്ങനെ പറയില്ലേ. ചിലരെയൊക്കെ നമ്മൾ പറയും എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല, അവന്റെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെ പറയില്ലേ. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് ലൈക്ക് ഹിം അറ്റ് ഓൾ. ആ ഒട്ടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അറ്റ് ഓൾ. ഐ ഡോണ്ട് ലൈക്ക് ഹിം അറ്റ് ഓൾ. എനിക്ക് അവനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയാം. ഇനി മനുഷ്യരെ മാത്രമല്ല, നമുക്ക് ഇപ്പൊ ചില സ്ഥലങ്ങൾ ഇഷ്ടമല്ല എന്ന് നമ്മൾ എങ്ങനെ പറയും? എനിക്ക് ഈ സ്ഥലം ഒട്ടും ഇഷ്ടമല്ല അല്ലേ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ് അറ്റ് ഓൾ. കണ്ടോ, വീണ്ടും ഒട്ടും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ദിസ് പ്ലേസ് അറ്റ് ഓൾ. അടുത്തതാണ് എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല അല്ലേ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളോട് പറയാണ്. ആദ്യത്തെ നമ്മളൊരു മൂന്നാമത്തെ ഒരാളെ കുറിച്ചായിരുന്നു പറഞ്ഞ്. ഇത് എങ്ങനെയാ പറയാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഞാൻ പോകാറുണ്ട് അല്ലെ. ഈ ഉണ്ട് ഉണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്? ഐ ഗോ. വളരെ സിമ്പിൾ ആണ്. പോകുക എന്നുള്ളതിന് ഗോ. ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട് എന്നാണ് അർത്ഥം അല്ലെ. അതുപോലെ ചെയ്യാറുണ്ട്, കഴിക്കാറുണ്ട്, അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, അത് നമ്മൾ പറയാണ് ഞാൻ അവിടെ പോകാറുണ്ട്, ഞാനത് ചെയ്യാറുണ്ട് അല്ലെ, ഞാൻ വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇതേ ഫോമിലാണെങ്കിൽ ഐ ഈറ്റ്. അത്രേ ഉള്ളൂ. എന്താണ്? ഐ ഈറ്റ്. വളരെ സിമ്പിൾ ആണ്. V1 ഫോം ആണ് ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഐ ഈറ്റ്.
ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് എന്നെങ്ങനെ പറയും? വളരെ സിമ്പിൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് കമന്റ് ചെയ്യൂ. അതുപോലെ ഇത്തരത്തിലുള്ള കുറേ സെന്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യൂ. അടുത്തത്, ഇനി ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാറില്ല എന്നെങ്ങനെ പറയും? അല്ലേ, പോകാറുണ്ട് എന്നുള്ളതിന് ഐ ഗോ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകാറില്ല എന്ന് പറയാൻ നമ്മൾ എങ്ങനെ പറയും? ഞാൻ പോകാറില്ല. ഐ ഡോണ്ട് ഗോ. ഐ ഗോ എന്ന് നമ്മൾ പറഞ്ഞു. ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോവാറില്ല. മനസ്സിലായില്ലേ ഡിഫറൻസ്? ഐ ഗോ, ഐ ഡോണ്ട് ഗോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കാറില്ല എന്നുള്ളതിന് എങ്ങനെ പറയും? ഈസി അല്ലേ? അത് നിങ്ങൾ കമന്റ് ചെയ്യും. ഇതുപോലത്തെ കുറേ കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ പോയി എന്ന് പറയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ഞാൻ പോയി. നമ്മൾ ഓൾറെഡി പോയി കഴിഞ്ഞു അല്ലേ? ഇതെങ്ങനെയാ നമ്മൾ പറയാ? ഞാൻ പോയി. ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോകാറില്ലെന്ന് പറഞ്ഞു. ഇനി ഞാൻ പോയി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ വെന്റ്. ഗോയുടെ പാസ്റ്റ് ആയിട്ടുള്ള വെന്റ് നമ്മൾ ഉപയോഗിച്ചു. ഇനി ഞാൻ പോകുകയാണ് എന്നെങ്ങനെ പറയും? എന്താണ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഐ ആം ഗോയിങ്. ഇതിന് നമ്മൾ ING ഫോമാണ് ഗോയുടെ കൂടെ ഉപയോഗിക്കുന്നത്. ഞാൻ പോകുകയാണ് അല്ലേ? ഐ ഗോ, ഐ വെന്റ്, ഐ ആം ഗോയിങ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിക്കുകയാണ് എന്നെങ്ങനെ പറയാം? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്തത് ഞാൻ പോകും അല്ലേ? പോയി കഴിഞ്ഞു, പോകും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പോകും ഫ്യൂച്ചർ ആണല്ലേ? അപ്പൊ അതിന് നമ്മൾ എങ്ങനെയാണ് പറയാ? ഐ വിൽ ഗോ എന്ന് പറയാം. എന്താണ്? ഞാൻ പോകും. ഫ്യൂച്ചറിനെ കാണിക്കാനാണ് നമ്മൾ വിൽ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും. ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓൾറെഡി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് എങ്ങനെ പറയുന്നത്? അടുത്ത സെന്റൻസ് ആണ്, അവൻ നിന്നെ വിളിക്കാറില്ലേ? നമ്മൾ ചോദിക്കുകയാണല്ലേ, അവൻ നിന്നെ വിളിക്കാറില്ലേ, അല്ലെങ്കിൽ അവള് നിന്നെ വിളിക്കാറില്ലേ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഇത് നമ്മൾ പറയുന്നത് ഡസ് വെച്ചിട്ടാണ്. ഡസ് പ്ലസ് നോട്ട്, ഡസിൻറ്റ്. ഡസിൻ ഹി കോൾ യു. ഹി കോൾ യു എന്ന് പറഞ്ഞാൽ അവൻ വിളിക്കാറുണ്ടെന്നല്ലേ? ഡസിൻ ഹി കോൾ യു എന്ന് ചോദിക്കുമ്പോ നമ്മൾ വിളിക്കാറില്ലേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നീ അവനെ വിളിക്കാറില്ലേ എങ്ങനെ ചോദിക്കാം? നീ അവനെ വിളിക്കാറില്ലേ? തിരിച്ച് അല്ലെ, നീ അവനെ വിളിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഡോണ്ട് യു കോൾ ഹിം അല്ലെ? ഡോണ്ട് യു കോൾ ഹിം എന്നാണ് പറയാറ്. ഡോണ്ട് യു കോൾ ഹിം. അപ്പൊ അവിടെ നമ്മൾ ഡസിൻറ്റും ഇവിടെ ഡോണ്ടും ആണ് ഉപയോഗിച്ചത്. ഇനി അവൾക്ക് നല്ല പ്രായമുണ്ട്. നമ്മൾ പറയില്ലേ ചിലരെ കാണുമ്പോ അവൾക്ക് നല്ല പ്രായം തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് നല്ല പ്രായമുണ്ട് എന്നൊക്കെ പറയില്ലേ? ഏജ് തോന്നുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാ പറയാ? ഷീസ് ഓൾഡ് അല്ലെ? അവള് ഓൾഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നല്ല പ്രായമുണ്ട്. ഷീ ഈസ് ഓൾഡ്. ഇനി അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട്. കമ്പയർ ചെയ്തു അല്ലെ? അവള് പ്രായമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടുപേരെ കമ്പയർ ചെയ്യാണ്. അവൾക്ക് അവനേക്കാൾ പ്രായമുണ്ട്. ഷീ ഈസ് ഓൾഡർ ദാൻ ഹിം. കണ്ടോ, ദാൻ എന്ന് ഉപയോഗിച്ചത് നമ്മൾ കമ്പയർ ചെയ്യണം. ഓൾഡർ ദാൻ ആരെക്കാളും? ഹിം, അവനേക്കാളും. ഓൾഡർ ദാൻ ഹിം. ഇനി അവളാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് അല്ലെ? ഈ കൂട്ടത്തില് അവളാണ് ഇവിടെ ഏറ്റവും പ്രായം കൂടിയത്. അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്? അതെങ്ങനെയാണ് നമ്മൾ പറയാ? ഷീ ഈസ് ദ ഓൾഡസ്റ്റ് ഹിയർ എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും പ്രായം കൂടിയത്, ഏറ്റവും മൂത്തത്, എൽഡസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ഓൾഡസ്റ്റ്, ഏറ്റവും പ്രായം കൂടിയത്. ഷീ ഈസ് ദ ഓൾഡസ്റ്റ് ഹിയർ. ഇനി അടുത്ത സെന്റൻസ് ആണ്, ഞാൻ എന്ത് ചെയ്യണം. ഇതെങ്ങനെ നമ്മൾ ചോദിക്കും? നമ്മളിവിടെ ചോദിക്കാം, ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചോദിക്കില്ല നമ്മള്. ഇതിന് നമ്മൾ പറയുന്നത് വാട്ട് ഷുഡ് ഐ ഡു. ഞാൻ എന്ത് ചെയ്യണം? വാട്ട് ഷുഡ് ഐ ഡു. ഞാൻ എന്ത് ചെയ്യണം. അത് എന്താണ്? ഇതൊക്കെ ചെറിയ ചെറിയ സെന്റൻസുകളാണ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടും. വാട്ട് ഈസ് ദാറ്റ് അല്ലെ? അത് ആണ് ചോദിച്ചത്. അപ്പൊ വാട്ട് ഈസ് ദാറ്റ്. ഇനി നേരെ തിരിച്ച് നമുക്ക് ഇതെന്താണ് എന്നെങ്ങനെ ചോദിക്കും? ഇത് എന്താണ്? അത് എന്താണെന്നാണ് നമ്മൾ നേരത്തെ ചോദിച്ചത്. ഇനി ഇത് എന്താണ് എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് ദിസ്. അത് ഇത് എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്താണ്? ദാറ്റ്, ദിസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ആ ഡിഫറൻസ് മനസ്സിലാക്കാനാണ് നമ്മൾ അത് ഉൾപ്പെടുത്തിയത്. അടുത്തതാണ് എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? വാട്ട് ഹാപ്പൻഡ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം.
ചില ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റൻസ് കൂടെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഇനി നീ എവിടെയായിരുന്നു, ഞാൻ നിന്നെ ഇവിടെയൊക്കെ തെരഞ്ഞല്ലോ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കില്ലേ, ഇത് എങ്ങനെയാ വരുമെന്ന് കമന്റ് ചെയ്യാം. അടുത്തത് എന്നെ നോക്കൂ, അല്ലെ നമ്മൾ പറയില്ലേ നീ അവിടെ നോക്കാതെ എന്നെ നോക്കൂ എന്ന് പറയില്ലേ, അല്ലെ എന്നെ ശ്രദ്ധിക്കുക, എന്നെ നോക്കൂ എന്നൊക്കെ പറയില്ലേ, ഇതെങ്ങനെയാണ് പറയാ? ലുക്ക് അറ്റ് മീ, നീ എന്നെ നോക്ക്, ലുക്ക് അറ്റ് മീ എന്ന് പറയില്ലേ, ലുക്ക് അറ്റ് മീ. എന്താണ് ലുക്ക് അറ്റ് മീ, എന്നെ നോക്കൂ. അടുത്തതാണ് നുണ പറയരുത്, അല്ലെ നമ്മൾ പറയില്ലേ, നമുക്ക് ഒരാൾ നമ്മളോട് നുണ പറയാന്ന് തോന്നിയാൽ നമ്മൾ പറയില്ലേ നുണ പറയരുത് കേട്ടോ എന്നോട്, എങ്ങനെ പറയില്ലേ, അല്ലെ നമ്മൾ കുട്ടികളോട് പറയും നുണ പറയരുത്. ഇതൊക്കെ എങ്ങനെയാണ് പറയാ? ഡോണ്ട് ലൈ. വളരെ സിമ്പിൾ ആണ്. ലൈ എന്ന് പറഞ്ഞാൽ നുണ, ഡോണ്ട് ലൈ, നുണ പറയരുത് എന്നാണ് അതിന്റെ മീനിങ്, ഡോണ്ട് ലൈ. ഇനി സാവധാനം പറയൂ, അല്ലെങ്കിൽ മെല്ലെ പറയൂ, അല്ലെങ്കിൽ പതുക്കെ പറയൂ, അല്ലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, സാവധാനം പറയൂ, ഇങ്ങനെ തിരക്ക് പിടിച്ച് പറയല്ലേ, സാവധാനം പറയൂ, മെല്ലെ പറയൂ, ഇതൊക്കെ എങ്ങനെയാ പറയാ? പുട്ട് ഇറ്റ് ജെന്റ്ലി. ഓക്കെ, അതായത് ഇപ്പൊ നമ്മളൊരു സിറ്റുവേഷനിൽ പറയാണ്, അവള് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, അപ്പൊ ഞാനത് ഐ പുട്ട് ഇറ്റ് ജെന്റ്ലി, ഞാനത് സാവധാനാണ് പറഞ്ഞത്. ഇനി അതില്ല, അല്ലെ ഇതെങ്ങനെ പറയാം നമുക്ക്? ഇനി അതില്ല, ഇനി അതില്ല എന്നെങ്ങനെ പറയാം? നോട്ട് എനിമോർ, അത് ഇനി ഇല്ല, നോട്ട് എനിമോർ എന്ന് പറയാം, നോട്ട് എനിമോർ. ഇതും കൂടി നോക്കൂ, അല്ലെ അങ്ങനെ പറയില്ലേ നമ്മള്, ഇതും കൂടി നോക്കൂ, ഇതെങ്ങനെ പറയണേ? സി ദിസ് ഓൾസോ, ഇതും കൂടി, ദിസ് ഓൾസോ, സി ദിസ് ഓൾസോ. ഇത് എന്റെ മാത്രമാണ്, അല്ലെ ഇത് വേറെ ആർക്കും തരില്ല, ഇത് എന്റെ മാത്രമാണ്, അങ്ങനെ നമ്മൾ ചില കാര്യങ്ങൾ പറയില്ലേ, ഇറ്റ്സ് മൈൻ ഓൺലി, അതായത് ഇറ്റ്സ് മൈൻ, എന്റെ മാത്രം എന്നുള്ളതിന് നമ്മൾ ഇറ്റ്സ് മൈൻ ഓൺലി എന്നാണ് പറയുന്നത്. ഇനി അടുത്തതാണ് എനിക്ക് ബോറടിക്കുന്നു, രാവിലെ തൊട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എനിക്ക് ബോറടിക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ, ഇതൊക്കെ എങ്ങനെയാ പറയാം? ഇതൊക്കെ ചില ചെറിയ ചെറിയ സെന്റൻസുകളാണ് കേട്ടോ. ഐ ആം ബോർഡ് എന്നാണ് പറയാ, വളരെ സിമ്പിൾ ആയിട്ട് ഐ ആം ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒട്ടും അറിയാത്തവർക്കൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവും. പുതിയത് എന്താണ്, അല്ലെ പുതിയതായിട്ട് എന്താണുള്ളത് എന്ന് നമ്മൾ ചോദിക്കില്ലേ, പുതിയത് എന്താണ്, അല്ലെ പുതിയതായിട്ട് എന്താണുള്ളത്, വാട്ട് ഈസ് ന്യൂ, ഇതിലിപ്പോ പുതിയതായിട്ട് എന്താ ഉള്ളേ അങ്ങനെ ചോദിക്കില്ലേ, വാട്ട് ഈസ് ന്യൂ. അടുത്തതാണ് സുരക്ഷിതരായിരിക്കുക, അല്ലെ നമ്മള് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ പറയില്ലേ സുരക്ഷിതരായിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നതിന് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുന്നത്? സ്റ്റേ സേഫ്, അല്ലെ സ്റ്റേ സേഫ്. ഇനി അടുത്തതാണ് എനിക്ക് ഒന്നും അറിയില്ല, അല്ലെ എനിക്ക് ഒന്നും അറിയില്ല, എന്തെങ്കിലും അറിയോ? ഇല്ല, എനിക്ക് ഒന്നും അറിയില്ല എന്നാ എങ്ങനെയാ പറയാ? ഐ നോ നത്തിങ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നും, ഒന്നും അറിയില്ല എന്നുള്ളതാണ്, നത്തിങ് ഒന്നുമില്ല, ഐ നോ നത്തിങ്. അടുത്ത സെന്റൻസ് ആണ് എന്താണ് നടക്കുന്നത്, അല്ലെ അങ്ങനെ ചോദിക്കില്ലേ നമ്മള്, എന്താണ് ഇവിടെ നടക്കുന്നത്, അല്ലെ എന്താണ് നടക്കുന്നത്, ഇത് നമുക്ക് എങ്ങനെ പറയാം? വാട്ട് ഈസ് ഗോയിങ് ഓൺ. എനിക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ് നടക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ ഹിയർ. ഇത് എന്റെ സന്തോഷമാണ്, അല്ലെ നമ്മൾ എന്തെങ്കിലും വാങ്ങിയൊക്കെ ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? എന്റെ സന്തോഷമാണ്, ഇറ്റ്സ് മൈ പ്ലഷർ, അല്ലെ ഇതെന്റെ സന്തോഷമാണ്, ഇറ്റ് ഈസ് മൈ പ്ലഷർ. നീ വളരെ സൂത്രശാലിയാണ്, അല്ലെ അങ്ങനെ പറയില്ലേ നമ്മൾ, നീ വളരെ ബുദ്ധിശാലിയാട്ടോ, അല്ലെ നീ വളരെ സൂത്രശാലിയാണ് കേട്ടോ, നീ അങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. യു ആർ സോ കണ്ണിങ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്, കണ്ണിങ്, സൂത്രശാലി എന്ന് പറയുന്നതിന് യു ആർ സോ കണ്ണിങ് എന്നാണ് പറയാറ്. എനിക്കൊരു അവസരം തരുമോ, അല്ലെ എനിക്ക് പറയാനൊരു അവസരം തരൂ, നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എനിക്കൊരു അവസരം തരുമോ, അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിലും നമുക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാം, അല്ലെ എനിക്കൊരു അവസരം തരുമോ
എന്ന് നമുക്ക് ചോദിക്കാം. പൊളൈറ്റ് ആയിട്ട് ചോദിക്കുന്നതും അങ്ങനെയാണ്, ഗിവ് മി എ ചാൻസ് അല്ലെ. അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം തരൂ എന്ന് പറയുന്നതും ഗിവ് മി എ ചാൻസ് എന്നാണ്. ഇപ്പോൾ അത് അങ്ങനെ ഇരിക്കട്ടെ അല്ലെ, ഇപ്പൊ നീ അതൊന്നും ചെയ്യണ്ട, ഇപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മൾ പറയില്ലേ, ഇതെങ്ങനെയാണ് പറയാ? ലെറ്റ് ഇറ്റ് ബി നൗ. ഇപ്പൊ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നതാണ് ലെറ്റ് ഇറ്റ് ബി നൗ. അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ. ലെറ്റ് ഇറ്റ് ബി ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് കേട്ടോ. എന്നോടൊപ്പം വാ, നമ്മൾ ഒരാളെ വിളിക്കുകയാണ് അല്ലെ, എന്നോടൊപ്പം വാ, ഞാൻ കാണിച്ചു തരാം, എന്നോടൊപ്പം വാ എന്നെങ്ങനെയാണ് പറയാ? കം വിത്ത് മീ അല്ലെ. വളരെ സിമ്പിൾ ആണ്. ഇതൊക്കെ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വെറ്റർ ഇടൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സ് നമ്മളോട് പറയാം, നീ അത് ഇടൂ അല്ലെ, നല്ല തണുപ്പാണ്, സ്വെറ്റർ ഇടൂ എന്ന് നമ്മൾ പറയില്ലേ? പുട്ട് ഓൺ എ സ്വെറ്റർ അല്ലെ, ഫ്രേസൽ വെർബ് ഉപയോഗിച്ചു. പുട്ട് ഓൺ എ സ്വെറ്റർ എന്ന് പറയാം. കണ്ടെത്തി കൊണ്ടുവരൂ, നമ്മൾ കുട്ടികളോടൊക്കെ പറയില്ലേ, നീ അത് എവിടെയാ കളഞ്ഞത്, അത് കണ്ടെത്തി കൊണ്ടുപോവാ, അല്ലെങ്കിൽ അത് എടുത്തിട്ട് വാ എന്നൊക്കെ പറയില്ലേ? ഫൈൻഡ് ആൻഡ് ബ്രിങ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ആൻഡ് ബ്രിങ്, ഫൈൻഡ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. ഫൈൻഡ് ആൻഡ് ബ്രിങ്. ഇനി നമ്മൾ പറയില്ലേ, എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ, നിങ്ങൾ ഇത്രയും നേരം ഉറങ്ങിയില്ലേ, ഇനി എന്നെ ഒന്ന് ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് നമ്മള് വളരെ ഇറിറ്റേറ്റഡ് ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ലേ, എന്നെ ഒന്ന് ഉറങ്ങാൻ അനുവദിക്കൂ എന്ന് പറയില്ലേ? ലെറ്റ് മീ സ്ലീപ് ടു, ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ, ലെറ്റ് മീ സ്ലീപ് ടു. അടുത്തത് ഇപ്പോൾ നിർബന്ധിക്കരുത് അല്ലെ. ഇപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇപ്പൊ നിർബന്ധിക്കരുത്, ഞാൻ ഇപ്പൊ കഴിച്ചോളൂ, ഇപ്പോൾ എന്നെ നിർബന്ധിക്കരുത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ നിർബന്ധിക്കരുത് പ്ലീസ് എന്നൊക്കെ പറയില്ലേ? ഡോൺ ഇൻസിസ്റ്റ് നൗ എന്നാണ് അതിന് പറയുന്നത്. എന്താണ്? ഡോൺ ഇൻസിസ്റ്റ് എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. ഡോൺ ഇൻസിസ്റ്റ് നൗ, ഇപ്പോൾ നിർബന്ധിക്കരുത്. നിന്റെ ബ്രെയിൻ ഉപയോഗിക്കുക എന്ന് നമ്മൾ പറയില്ലേ? നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്, നിന്റെ ബ്രെയിൻ ഉപയോഗിക്കുക നീ എന്നൊക്കെ പറയില്ലേ? ഇതെങ്ങനെയാണ് പറയുക? യൂസ് യുവർ ബ്രെയിൻ അല്ലെ. നീ ഇങ്ങനെ ഓരോ പൊട്ടയ തീരുമാനങ്ങൾ എടുക്കല്ലേ, നിന്റെ ബ്രെയിൻ ഉപയോഗിക്കുക നീ, യൂസ് യുവർ ബ്രെയിൻ. ഇനി കുറച്ചുകൂടെ അടുത്തേക്ക് വാ എന്നാലേ നിനക്ക് കാണാൻ പറ്റൂ. കുറച്ചുകൂടെ അടുത്തേക്ക് വാ എന്ന് നമ്മൾ എങ്ങനെ പറയാം? കം എ ലിറ്റിൽ ക്ലോസർ. എന്താണ് പറയുന്നത്? കം എ ലിറ്റിൽ ക്ലോസർ. കം എ ലിറ്റിൽ ക്ലോസർ എന്നാണ് നമ്മൾ പറയുന്നത്. കം, വാ എന്നുള്ളതാണ്. എ ലിറ്റിൽ ക്ലോസർ, കുറച്ച് എന്നുള്ളത് കൊണ്ടാണ് ലിറ്റിൽ ഉപയോഗിച്ചത്. ഇനി ഇത് നിന്റെ ജോലിയല്ല. ഇത് നമുക്ക് പല രീതിയിൽ പറയാം കേട്ടോ. നമുക്കിപ്പോ ദേഷ്യപ്പെട്ട് പറയാം, നീ എന്തിനാ അത് ചെയ്തതാണ്, നിന്റെ ജോലിയല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഒരാളോട് നമ്മൾ പറയാം, അത് നിന്റെ ജോലിയല്ല, അത് ചെയ്യാൻ വേറെ ആളുണ്ട് എന്നുള്ള രീതിയിൽ പറയാം. രണ്ടായാലും നമ്മൾ പറയുന്നത് ഇറ്റ്സ് നോട്ട് യുവർ വർക്ക് എന്നാണ് പറയുന്നത്. എന്താണ്? ഇറ്റ്സ് നോട്ട് യുവർ വർക്ക്. അപ്പൊ അടുത്തതാണ്, നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. നിങ്ങൾ പുകവലിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പം നമ്മൾ എന്താണ് ചോദിക്കുന്നത്? ഡു യു സ്മോക്ക് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ, നീ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നമ്മൾ പറയുമ്പം ഡു എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അവൻ ദിവസവും വലിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്, അവനാണല്ലേ. അപ്പൊ ഈ അവൻ എന്ന് പറയുമ്പോൾ അവന്റെ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡസ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഡസ് ഹി സ്മോക്ക് ഡെയിലി? ഒരാളെ കുറിച്ചല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, നിങ്ങള്, നീ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ പറയുമ്പോൾ നമ്മൾ ഡു എന്നാണ് ഉപയോഗിക്കാറ്. അങ്ങനെയാണെങ്കിൽ അവൻ വരാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? അവനാണല്ലേ. അപ്പൊ എന്ത് നമ്മൾ ഉപയോഗിക്കും? അവിടെ നമ്മൾ ഡസ് എന്നാണ് ഉപയോഗിക്കാറ്. എന്താണ്? ഡസ് ഹി കം എന്നാണ് ഉപയോഗിക്കുക. ഡസ് ഹി കം എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഡിഫറൻസ് മനസ്സിലായില്ലേ? ഡൂയും ഡസും എങ്ങനെയാണ് ഉപയോഗിക്കാന്ന്. ഇനി അവർ പോകാറുണ്ടോ? അവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെയാണല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പറയുന്നത്? ഡു എന്നാണ് പറയേണ്ടത്. ഡു ദേ ഗോ? അവർ പോകാറുണ്ടോ എന്നാണ് ഡു ദേ ഗോ എന്നാണ് പറയാറുണ്ട്. അതെ അവനാണെങ്കിൽ എന്താണ്? ഡസ് ഹി എന്നായി മാറും. ഇനി അങ്ങനെയാണെങ്കിൽ നീ പാടാറുണ്ടോ? നീ പാടാറുണ്ടോ എന്ന് നമ്മൾ എങ്ങനെ പറയുന്നു? നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഡൂയും ഡസും വെച്ചിട്ടുള്ള കുറെ സെന്റൻസുകൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, എഴുതുക, അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവൻ കഴിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? അവൻ കഴിക്കാറുണ്ടോ?
അല്ലെ, അവനാണ്. അപ്പൊ ഡസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അത് ഓർക്കുക. അടുത്തത് നീ പോകാറുണ്ടോ, നീ എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? നീ, നിങ്ങൾ എന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഡു ആണ്. അപ്പൊ ആ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇനി അവർ ഇടയ്ക്കിടെ വരാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം നമുക്ക്? അവരാണല്ലേ. അപ്പൊ അവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഡു ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അറിയുന്നവര് ചെയ്തു നോക്കി കമന്റ് ചെയ്യാം. അടുത്ത കുറച്ച് സെന്റൻസുകൾ നോക്കൂ. ഞാൻ എവിടെ പോകണം, ഞാൻ ആരുടെ കൂടെ പോകണം, ഞാൻ എന്തിനു പോകണം, ഞാൻ എപ്പോൾ പോകണം. അതായത് എന്ന് വരുന്ന സെന്റൻസുകൾ അല്ലെ. പോകണം, ചെയ്യണം, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് എന്ന വാക്കാണ് ഇത്തരം സെന്റൻസുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറ് അല്ലെ. എവിടെ പോകണം, ആരുടെ കൂടെ പോകണം, ക്വസ്റ്റ്യൻ വേർഡ്സ് മാറും, പക്ഷെ എല്ലാ സെന്റൻസുകളുടെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഓരോ സെന്റൻസും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഷുഡ് ഉപയോഗിച്ച് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ സെന്റൻസ് എടുത്താല് ഞാൻ എവിടെ പോകണം അല്ലെ. ഞാൻ എന്നുള്ളതിന് നമ്മൾ ഐ എന്ന് പറയാം, എവിടെ എന്നുള്ളതിന് വേർ എന്ന് പറയാം, പോകണം എന്നുള്ളത് ഗോയാണ് അല്ലെ. വേർ, അതിന്റെ കൂടെ നമ്മൾ വേർ ഷുഡ് ഐ ഗോ. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വേർഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെ. അപ്പൊ എവിടെ എന്നുള്ളതിന് വേർ, അതിന്റെ കൂടെ ഷുഡ് ചേർക്കുക, ഐ ഗോ, വേർ ഷുഡ് ഐ ഗോ. ഓക്കെ, ഇനി ഞാൻ എന്തിനു പോകണം അല്ലെ. ഞാൻ എന്തിന് പോകണം. അപ്പൊ എന്തിന് എന്നുള്ളതിന് നമ്മൾ വൈ എന്നാണ് ഉപയോഗിക്കാറ് അല്ലെ. അപ്പൊ വൈയില് സ്റ്റാർട്ട് ചെയ്യാം. വൈ ഷുഡ് ഐ ഗോ. മനസ്സിലായോ? ഈസി അല്ലേ? വൈ ഷുഡ് ഐ ഗോ, ഞാൻ എന്തിനു പോകണം. വൈ ഷുഡ് ഐ ഗോ. ഇനി അടുത്തതാണ് ഞാൻ ആരുടെ കൂടെ പോകണം. ആരുടെ എന്നുള്ളതിന് നമ്മള് വിത്ത് ഹൂം എന്നാണ് ചോദിക്കാറ് അല്ലെ. വിത്ത് ഹൂം, ആരുടെ കൂടെ, വിത്ത് ഹൂം എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന്റെ കൂടെ ഷുഡ് ആഡ് ചെയ്യാം. വിത്ത് ഹൂം ഷുഡ് ഐ ഗോ, വിത്ത് ഹൂം ഷുഡ് ഐ ഗോ എന്നാണ് പറയുന്നത്. അടുത്ത സെന്റൻസ് ഞാൻ എപ്പോൾ പോകണം. എപ്പോൾ എന്നുള്ളതിന് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ക്ലൂ തരാം, വെൻ എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ ഇതെങ്ങനെ ഷുഡ് ഉപയോഗിച്ച് പറയാമെന്ന് കമന്റ് ചെയ്യൂ. ഇനി അടുത്ത രണ്ട് സെന്റൻസ് നോക്കൂ. ചെയ്യാറുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് പാസ്റ്റിൽ എപ്പോഴോ ഉണ്ടായിരുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയാണ്. പക്ഷെ ഇപ്പൊ ആ ശീലം ഇല്ല. പക്ഷെ അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടായിരുന്നു, അതായത് അത് ചെയ്യാറുണ്ടായിരുന്നു. ഇനി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഡിഫറൻസ് എന്താണ്? ഏതോ ഒരു ആക്ഷൻ, ഒരു പെർട്ടിക്കുലർ ആക്ഷൻ നമ്മൾ പാസ്റ്റിൽ എപ്പോഴോ ചെയ്തു, പക്ഷെ അത് നമ്മുടെ ശീലമല്ല, പക്ഷെ നമ്മൾ അത് ചെയ്തിരുന്നു അല്ലെ, ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാണ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? അത് നമുക്ക് സെന്റൻസ് പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പൊ ഇവിടെ നോക്കുക, ആദ്യത്തെ സെന്റൻസ് അവൻ പലഹാരങ്ങൾ വളരെയധികം കഴിക്കാറുണ്ടായിരുന്നു അല്ലെ. അത് അയാളുടെ ഒരു ഹാബിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു ശീലമായിരുന്നു അല്ലെ. ഈ ശീലങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ശീലം ഇപ്പൊ അയാൾ കഴിക്കാറുണ്ടോ? ഇല്ല. ഇതിന് ഉപയോഗിക്കുന്നത് യൂസ്ഡ് ടു എന്ന വേർഡാണ് അല്ലെ. ഹി യൂസ്ഡ് ടു ഈറ്റ് എ ലോട്ട് ഓഫ് സ്വീറ്റ്സ് എന്നാണ് നമ്മൾ പറയാറ്. അപ്പൊ യൂസ്ഡ് ടു രണ്ടും രണ്ട് വാക്കാണ് കേട്ടോ. അടുത്തത് ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു അല്ലെ. പാസ്റ്റിൽ അയാളുടെ ഒരു ശീലമായിരുന്നു ക്രിക്കറ്റ് കളിക്കുന്നത്, പക്ഷെ ഇപ്പൊ കളിക്കാറില്ല. അപ്പൊ ആ പാസ്റ്റിലെ ശീലത്തെ കുറിച്ച് പറയാൻ നമ്മള് യൂസ്ഡ് ടു എന്ന് പറയും. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് അല്ലെ. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. പക്ഷെ ഇപ്പൊ എനിക്ക് സമയം കിട്ടാറില്ല, പക്ഷെ പണ്ട് അതിന്റെ ഒരു ശീലമായിരുന്നു അല്ലെ. ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. ഇനി അവൻ ചായ കുടിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ പറയാം? അയാള് ചായ കുടിക്കുന്ന അയാളുടെ ഒരു ഹാബിറ്റ് ആയിരുന്നു അല്ലെ, പക്ഷെ ഇപ്പൊ അയാൾ കുടിക്കാറില്ല. ഇത് യൂസ് ടു ഉപയോഗിച്ചിട്ട് എങ്ങനെ പറയാന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഇനി ചെയ്തിട്ടുണ്ടായിരുന്നു, അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഹാഡ് പ്ലസ് V3, അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ അല്ലെ. ശീലങ്ങളൊന്നല്ല, എന്തോ ഒരു പ്രത്യേക ആക്ഷൻ, ആ ഒരു സമയം മാത്രം നമ്മളത് ചെയ്തിരുന്നു. അവൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ആ പുസ്തകം എപ്പോഴോ അവൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ശീലങ്ങളെ അല്ല, എപ്പോഴോ കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഡിന്റെ കൂടെ V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഹി ഹാഡ് റീഡ് ദാറ്റ് ബുക്ക്. ഓക്കെ, റീഡിന്റെ V3 ഫോം റീഡ് തന്നെയാണ്.
റെഡ് എന്ന് നമ്മൾ പ്രൊനൗൺസിയേഷനിൽ മാറ്റം വരും അല്ലെ. ഹി ഹാഡ് റെഡ് ദ ബുക്ക്. അവൾ കഴിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു കാര്യം അവള് പാസ്റ്റിൽ എപ്പോഴോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷീ ഹാഡ് ഈറ്റൻ. ഹാഡിന്റെ കൂടെ ഈറ്റിന്റെ V3 ഫോം ആയിട്ടുള്ള ഈറ്റൻ ചേർത്തു. മനസ്സിലായോ? ഷീ ഹാഡ് ഈറ്റൻ, അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു സാധനം അവൾ എപ്പോഴോ കഴിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും തമ്മിൽ യൂസ് ടുയും ഹാഡും ഉപയോഗിക്കുമ്പോഴുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു കാര്യം ഞാൻ അവനോട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ? അതെങ്ങനെ പറയാ? ഐ ഹാഡ് ടോൾഡ് ഹിം. ടോൾഡ് എന്ന് ഉപയോഗിച്ചു. ടെല്ലിന്റെ പകരം പറയുക എന്നുള്ളതിനെ നമ്മൾ ടെൽ എന്ന് പറയും. അതിന്റെ V3 ഫോം ആയിട്ടുള്ള ടോൾഡ് ഉപയോഗിച്ചു. ഐ ഹാഡ് ടോൾഡ് ഹിം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഇതേ രീതിയിൽ ആലോചിച്ച് നോക്കുക, അത് കണ്ടെത്തുക. പറ്റുന്നവര് കമന്റ് ചെയ്യാം. അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അടുത്ത സെന്റൻസ് ആണ്. അവൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയില്ലേ? ഇതെങ്ങനെ പറയാം? അതും കണ്ടെത്താം. ഇനി അടുത്തതാണ്, ഞാൻ ഒരിക്കലും പോയിട്ടില്ലായിരുന്നു അല്ലെ. ആ സ്ഥലത്ത് ഞാൻ ഒരിക്കലും പോയിട്ടില്ലായിരുന്നു. മുൻപ് എപ്പോഴെങ്കിലും ഒരിക്കലും ഞാൻ എന്താണ് പോയിട്ടില്ലായിരുന്നു. ഇവിടെ എന്താണ്? ഹാഡിന്റെ കൂടെ നെവർ, അതായത് ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ലേ, പോയിട്ടില്ല. അപ്പൊ ഐ ഹാഡ് നെവർ ഗോൺ. അവൻ കടൽ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇതും ഒരു പോസിറ്റീവ് അല്ല, നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ കൂടെ എന്ത് ചേർക്കണം? നെവർ ചേർക്കണം അല്ലെ. ഹി ഹാഡ് നെവർ സീൻ ദ സീ ബിഫോർ. പക്ഷെ ഹാഡ് പ്ലസ് V3 ആണ്, പക്ഷെ പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നെവർ ഉപയോഗിക്കണം. ഞാൻ ആ പാട്ട് മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലായിരുന്നു അല്ലെ. ആ പാട്ട് ഞാൻ മുമ്പ് കേട്ടിട്ടേ ഇല്ല എന്ന് നമ്മൾ പറയില്ലേ? വളരെ കാഷ്വലായി പറയുന്ന ആ സെന്റൻസ് ആണിത്. ഇതെങ്ങനെ പറയാം? ഐ ഹാഡ് നെവർ ഹേർഡ്. മനസ്സിലായില്ലേ? ഹിയറിന്റെ V3 ഫോമായ ഹേർഡ് ഉപയോഗിച്ചു. ദാറ്റ് സോങ് ബിഫോർ എന്ന് പറയാം. അവൾ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല അല്ലെ. പാസ്റ്റിൽ അവള് ഒരിക്കലും എന്നോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടേ ഇല്ല എന്ന് പറയാനാണ്. അപ്പൊ അതിലും നമ്മൾ എന്ത് ചെയ്യും? നെവർ ഉപയോഗിക്കണം. ഷി ഹാഡ് നെവർ സ്പോക്കൺ ടു മീ. സ്പോക്കൺ എന്ന് നമ്മൾ ഉപയോഗിച്ചു. സ്പീക്കിന്റെ V3 ഫോമായ സ്പോക്കൺ എന്ന് ഉപയോഗിച്ചു. ടു മീ. അടുത്തതാണ്, ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഒരിക്കലും അവൻ കാർ ഓടിച്ചിട്ടില്ല അല്ലെ. ലൈസൻസ് കിട്ടിയതിന് ശേഷമാണ് അവൻ ഓടിച്ചത് അല്ലെ. അപ്പൊ മുമ്പ് അവൻ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് ഇപ്പൊ അവന് കിട്ടി, അപ്പൊ അതിന് മുന്നേ അവൻ ഓടിച്ചിട്ടില്ല എന്ന് പറയാണ്. ഹി ഹാഡ് നെവർ ഡ്രിവൺ എ കാർ ബിഫോർ ഹി ഗോട്ട് ഹിസ് ലൈസൻസ്. മനസ്സിലായോ? ഹി ഹാഡ് നെവർ ഡ്രൈവൺ എ കാർ. അടുത്ത സെന്റൻസ് ആണ്, ഞാൻ ഇന്നലെ അവനെ വിളിച്ചു അല്ലെ. എപ്പോഴാണ് വിളിച്ചത്? ഇന്നലെയാണ് വിളിച്ചത്. അപ്പൊ ഓൾറെഡി കാര്യം എന്തായി? കഴിഞ്ഞ കാര്യമാണ് അല്ലെ. അപ്പം ഞാൻ ഇന്നലെ, ഞാൻ എന്ന് പറയുന്നത് ഐ. കോൾഡ് എന്നാണ് നമ്മൾ പറയാ. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, വിളിച്ചു കഴിഞ്ഞതുകൊണ്ട് കോൾഡ്. ആരെയാണ്? ഹിം. എപ്പോഴാണ് വിളിച്ചത്? യെസ്റ്റർഡേ. ഐ കോൾഡ് ഹിം യെസ്റ്റർഡേ. രാവിലെ അവൾ മാർക്കറ്റിലേക്ക് പോയി അല്ലെ. രാവിലെ കഴിഞ്ഞുപോയ കാര്യമാണ്, പാസ്റ്റിലെ കാര്യമാണ് അല്ലെ. രാവിലെയാണ് പോയത്. അപ്പൊ നമ്മൾ ഈ സമയം ദിവസങ്ങളൊക്കെ സെന്റൻസിന്റെ അവസാനമാണ് ചേർക്കുക. ഷീ വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, ഷീ വെന്റ് ഗോ എന്ന് പറഞ്ഞാൽ പോവുക. വെന്റ് അതിന്റെ തേർഡ് ഫോം ആണ്. ഇനി അടുത്തത്, ഞങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ ജോലി തീർത്തു. എപ്പോഴാണ് ജോലി തീർത്തത്? കഴിഞ്ഞ രാത്രിയിലാണ് അല്ലെ. അപ്പൊ എങ്ങനെ പറയും? ഞങ്ങൾ എന്ന് പറയുമ്പോ വി എന്ന് പറയാം. വി ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. ദ വർക്ക് ലാസ്റ്റ് നൈറ്റ് എന്നത് സെന്റൻസിന്റെ അവസാനമാണ് നമ്മൾ ചേർക്കുക. അവർ കഴിഞ്ഞ ആഴ്ച സിനിമ കണ്ടു. എപ്പോഴാണ് സിനിമ കണ്ടത്? കഴിഞ്ഞ ആഴ്ച. അപ്പൊ അവർ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ദേ എന്ന് പറയാം. കണ്ടു എന്നുള്ളതിന് നമ്മൾ വാച്ച് എന്നാണ് പറയാ. പക്ഷെ കണ്ടു കഴിഞ്ഞത് കൊണ്ട് വാച്ച്ഡ് എന്ന് പറയാം. ദ മൂവി ലാസ്റ്റ് വീക്ക്. സമയം ദിവസങ്ങളൊക്കെ സെന്റൻസിന്റെ ലാസ്റ്റിലാണ് നമ്മൾ ചേർക്കുന്നത്. അടുത്തതാണ്, അവൻ ബില്ലടച്ചു. എങ്ങനെ പറയാം? അവൻ ബില്ലടച്ചു അല്ലെ. അവൻ ഓൾറെഡി ബില്ലടച്ചു കഴിഞ്ഞു. ഹി പെയ്ഡ് ദ ബിൽ. എന്താണ്? ഹി പെയ്ഡ് ദ ബിൽ എന്ന് പറയാം. അടുത്ത സെന്റൻസ് ആണ്, 2 ദിവസം മുമ്പ് ഞാൻ അവളെ കണ്ടു.
എപ്പോഴാണ് കണ്ടത്? 2 ദിവസം മുമ്പേ ഞാൻ അവളെ കണ്ടു. അപ്പൊ ഇതെങ്ങനെയാണ് പറയാ? 2 ദിവസം എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ആണ് ചേർക്കുക കേട്ടോ സെന്റൻസിന്റെ. ഐ മെറ്റ് ഹെർ 2 days ബിഫോർ. ഐ മെറ്റ് എന്നാണ് പറയുന്നത്, മീറ്റ് അല്ല. ഓൾറെഡി കണ്ടു കഴിഞ്ഞു, അതുകൊണ്ട് പാസ്റ്റ് ആണ്. സോ ഐ മെറ്റ് ഹെർ. നീ എന്നോട് മുമ്പേ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നീ ഈ കാര്യം എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു എന്ന് പറയാം. ഇതെങ്ങനെയാണ് പറയുന്നത്? യു ടോൾ മീ അബൌട്ട് ദിസ് ഏർലിയർ. മുന്നേ എന്നുള്ളതിനാണ് നമ്മൾ ഏർലിയർ ഉപയോഗിച്ചത് അല്ലെ. യു ടോൾ മീ അബൌട്ട് ദിസ് ഏർലിയർ. അവൾ ഉച്ചയ്ക്ക് മുമ്പ് ലഞ്ച് ഉണ്ടാക്കി. എപ്പോഴാണ് ലഞ്ച് ഉണ്ടാക്കിയത്? ഉച്ചയ്ക്ക് മുന്നേ ലഞ്ച് ഉണ്ടാക്കി അല്ലെ. അവൾ ഉച്ചയ്ക്ക് മുമ്പ് ലഞ്ച് ഉണ്ടാക്കി. ഷീ കുക്ക്ഡ് ലഞ്ച് ബിഫോർ നൂൺ. അതായത് ഉച്ചയ്ക്ക് മുന്നേ ഉണ്ടാക്കി. ബിഫോർ നൂൺ എന്ന് പറയുന്നത്. അടുത്തതാണ് അവൻ പോയപ്പോൾ കതകടച്ചു അല്ലെ. അവൻ പുറത്തോട്ട് പോയപ്പോ എന്ത് ചെയ്തു? കതക് അടച്ചു. ഹി ക്ലോസ്ഡ് ദ ഡോർ വെൻ ഹി ലെഫ്റ്റ്. വെൻ ഹി ലെഫ്റ്റ് എന്ന് പറയുന്നത് പോയപ്പോൾ, വെൻ ഹി ലെഫ്റ്റ് എന്ന് പറയാം. അടുത്തതാണ് ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച പരീക്ഷ എഴുതി. എപ്പോഴാണ് എഴുതിയത്? കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ പരീക്ഷ എഴുതി, അല്ലെങ്കിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? വി ടുക്ക് ദ ടെസ്റ്റ് ലാസ്റ്റ് മൺഡേ. ഓക്കെ, അപ്പൊ സമയം, ദിവസങ്ങളൊക്കെ നമ്മൾ സെന്റൻസിന്റെ ലാസ്റ്റ് ആണ് ചേർക്കുന്നത്. നിന്റെ ഷർട്ട് ചുളിഞ്ഞിരിക്കുന്നു അല്ലെ. നിന്റെ ഷർട്ട് അല്ലെങ്കിൽ നിന്റെ ഡ്രസ്സ് ചുളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ ഒരാളോട് പറയാണ്. ഇതെങ്ങനെ പറയാം? യുവർ ഷർട്ട് ഈസ് wrinkled. എന്താണ്? യുവർ ഷർട്ട് ഈസ് wrinkled എന്ന് നമുക്ക് പറയാം. അടുത്തത് നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല അല്ലെ. ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ നിന്നെ വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചില്ല എന്ന് നമ്മൾ പറയില്ലേ. ഈ സെന്റൻസ് എങ്ങനെയാണ് പറയുന്നത്? ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഹേർട്ട് ചെയ്യാന്ന് നമ്മൾ പറയില്ലേ, വേദനിപ്പിക്കുക. ഹേർട്ട് യു. ഐ ഡിഡ്ന്റ് മീൻ ടു ഹേർട്ട് യു. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കട്ടെ അല്ലെ. നമ്മൾ അങ്ങനെ പറയില്ലേ, നീ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിക്കട്ടെ, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ പറയില്ലേ. ഇതെങ്ങനെയാ പറയാം? ഇതിനാണ് നമ്മൾ ലെറ്റ് മീ എന്ന് പറയാ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കട്ടെ. ഈ ലെറ്റ് മീ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സെന്റൻസുകൾ പറയാം. അത് നല്ലതായി തോന്നുന്നു അല്ലെ. അത് നല്ലതായിട്ട് തോന്നുന്നു, അത് നല്ലതാണെന്ന് തോന്നുന്നു എന്നൊക്കെ എങ്ങനെ പറയാം? ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറയാം. എന്താണ്? ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ്. അടുത്തതാണ് ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ അല്ലെ. ഞാൻ നിന്നെ വെറുതെ പറഞ്ഞതാ, ഞാൻ തമാശക്ക് പറഞ്ഞതാ എന്നൊക്കെ പറയില്ലേ. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ ആം ജസ്റ്റ് കിഡിങ് അല്ലെ. ഐ ആം ജസ്റ്റ് കിഡിങ് എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പരിചയം അല്ലെ. ഐ ആം ജസ്റ്റ് കിഡിങ് എന്ന് പറയാം. ഞാൻ തമാശക്ക് പറഞ്ഞതാണ്. അത് നിന്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ നിന്നെ നിന്നെ ബേസ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ആ തീരുമാനം അത് നിന്റെ മാത്രമാണ്, അല്ലെങ്കിൽ നിന്നെ ബേസ് ചെയ്താണ് എന്നൊക്കെ പറയുന്നതാണ് ഇറ്റ്സ് അപ് ടു യു. അത് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയാം. അടുത്തതാണ് ഞാൻ എന്റെ അഭിപ്രായം മാറ്റി അല്ലെ. മുന്നേ എനിക്ക് വേറെ അഭിപ്രായമായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പൊ എന്റെ അഭിപ്രായം മാറ്റി, അല്ലെങ്കിൽ ഞാൻ എന്റെ മനസ്സ് മാറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ സെന്റൻസ് എങ്ങനെയാ പറയാ? ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഐ ചേഞ്ച്ഡ് മൈ മൈൻഡ്. ഞാൻ എന്റെ മനസ്സു മാറ്റി. മനസ്സ് മാറ്റി എന്ന് പറഞ്ഞാൽ അഭിപ്രായം മാറ്റി എന്നാണ്. എനിക്ക് ഉറപ്പില്ല അല്ലെ. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. ഇതെങ്ങനെ പറയും? ഇത് വളരെ സിമ്പിൾ അല്ലേ. ഐ ആം നോട്ട് ഷുവർ. ഐ ആം നോട്ട് ഷുവർ. എനിക്ക് ഉറപ്പില്ല. അടുത്തതാണ് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പറയില്ലേ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ. ഇതെങ്ങനെ പറയാം? ഐ കാൺട്ട് ബിലീവ് ഇറ്റ്. ഐ കാൺട്ട്, എനിക്കത് പറ്റുന്നില്ല. ഐ കാൺട്ട് ബിലീവ് ഇറ്റ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് പ്രതീക്ഷിച്ചില്ല അല്ലെ. നീ അത് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. അല്ലെങ്കിൽ മഴ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഈ ഒരു പ്രതീക്ഷിച്ചില്ല എന്ന് പറയാൻ എന്ത് വരും? ഐ ഡിഡിൻ എക്സ്പെക്ട് ദാറ്റ്. ഐ ഡിഡിൻ എക്സ്പെക്ട് ദാറ്റ് എന്ന് പറയാം.
അപ്പോൾ ഈ സെന്റൻസുകളൊക്കെ നിങ്ങൾക്ക് ഇതൊരു പ്രാക്ടീസ് സെഷൻ മാത്രമാണ്. ഇതുപോലുള്ള ഒരുപാട് സെന്റൻസുകൾ നമ്മൾ ഡെയിലി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എങ്കിലും നമ്മളോട് തന്നെ ഇത് സംസാരിക്കുക. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കാണാൻ കഴിയുള്ളൂ.